വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സാർഗേറ്റ് ആൻഡ് അതിഭദ്രാസനം? എന്താണ് അതിഭദ്രാസനത്തിൻ്റെ എക്സാർഗേറ്റും തമ്മിലുള്ള വ്യത്യാസം? അത് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറയാം. ഇപ്പോൾ സിമ്പിളായിട്ടാണ്. അതിഭദ്രാസനം നമ്മളിപ്പോൾ തിരുവനന്തപുരം അതിഭദ്രാസനമാണ്. അവിടെ ഒരുപാട് വിശ്വാസികളുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു കൂട്ടം ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ബട്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ കത്തോലിക്കരായിട്ടുള്ളവരെയൊക്കെ ജനങ്ങളുണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. അവരെയൊക്കെ കണ്ടുപിടിക്കുകയല്ല, ജനസംഖ്യ അവിടെ കത്തോലിക്കരെ കുറവാണെന്ന് വെച്ചോ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളൊരു എക്സാർഗേറ്റാണ് സ്ഥാപിക്കുന്നത്. അവിടെ വിശ്വാസികൾ കുറവായിരിക്കും. അപ്പോൾ കാലക്രമേണ അതൊരു വലിയ സമൂഹമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിനെ ഒരു രൂപതയാക്കാം ആൻഡ് അതിഭദ്രാസനമാക്കാം. അതാണ് അതിൻ്റെ ഡിഫറൻസ്. പിന്നെ നമുക്ക് ഇന്നലത്തെ ബാക്കി പഠിക്കാം. അടുത്ത് ഇന്നലെ നമ്മൾ ബത്തേരി ഭദ്രാസനമൊക്കെ പറഞ്ഞിരുന്നു. ബത്തേരി 1978 ഒക്ടോബർ 28 ബത്തേരി ഭദ്രാസനം സ്ഥാപിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബത്തേരി ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ഗീവർഗീസ് മാർ ദിവനിയാസോസ് തിരുമേനിയുടെ മെത്രാഭിഷേകം 97 ഫെബ്രുവരി 5 ഓക്കെ. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ മാർത്താണ്ഡം ഭദ്രാസനത്തിൻ്റെ ആദ്യത്തെ മെത്രാനായിരുന്ന ലോറൻസ് മാർ അപ്രൈം തിരുമേനി 1997 ഏപ്രിൽ 8 മരിച്ചു പോകുന്നുണ്ട്. പിന്നെ തിരുവല്ല സഹായ മെത്രാൻ അഭിവന്ദ്യ തോമസ് മാർ കൂറിലോസ് തിരുമേനിയുടെ മെത്രാഭിഷേകം 97 ജൂലൈ 17 നടക്കുന്നു. അഭിവന്ദ്യ യൂഹാനോൻ മാർ ക്രിസോസ്റ്റം തിരുമേനി മാർത്താണ്ഡത്തിലോട്ടും ജോഷോ മാർ ഇഗ്നാത്യോസ് തിരുമേനി തിരുവനന്തപുരത്തിൻ്റെ സഹായ മെത്രാനായിട്ട് അഭിഷേകം നടക്കുകയാണ്. അത് നാലാഞ്ചിറയിൽ വെച്ചാണ് നടന്നത് 98 ജൂൺ 29. പിന്നെ മാർത്താണ്ഡം ഭദ്രാസന അധ്യക്ഷൻ അഭിവന്ദ്യ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമിൻ്റെ സ്ഥാനാരോഹണം നടന്നത് 98 ജൂലൈ 1. പൗലോസ് മാർ പീലക്സിനോസ് തിരുമേനി മരിച്ചത് 98 നവംബർ 3. ആർച്ച് ബിഷപ്പ് സിറൽ മാർ ബെസേലിയോസ് CBCയുടെ പ്രസിഡൻ്റ് ആയത് 2000 ജൂൺ 24. അപ്പോൾ ആദ്യത്തെ CBCയുടെ പ്രസിഡന്റ് നമ്മൾ പറഞ്ഞു ഗ്രിഗോറിയസ് പിതാവ്. അടുത്ത് നമ്മുടെ സിറൽ മാർ ബെസേലിയോസ് പിതാവ് CBCയുടെ പ്രസിഡൻ്റ് ആയത് 2000 ജൂൺ 24. അഭിവന്ദ്യ ഐസക് മാർ ക്ലിമീസ് തിരുമേനിയുടെ മെത്രാഭിഷേകം 2001 ഓഗസ്റ്റ് 15. അപ്പോൾ തന്നെ തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെ സഹായമെത്ര ആയ അദ്ദേഹം തന്നെയാണ് നമ്മുടെ ഐസക് മാർ ക്ലിമീസ്, ഇപ്പോഴത്തെ മൊറോമ ബെസേലിയസ് ക്ലിമീസ് കാതോലിക്ക ബാവ. തിരുവനന്തപുരത്തിൻ്റെ സഹായമെത്രാനായിട്ടും വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നീ രാജ്യങ്ങളുടെ അപ്പോസ്തലിക് വിസിറ്ററുമായിട്ടാണ് അദ്ദേഹത്തെ മെത്രാഭിഷേകം ചെയ്തത്. അത് എവിടെ വെച്ച്? തിരുമൂലപുരത്തായിരുന്നേ. പിന്നെ ഭദ്രാസനങ്ങൾ ഏതൊക്കെയാണെന്നറിയാലോ, രൂപതകളും ഭദ്രാസനങ്ങളും തിരുവനന്തപുരം, തിരുവല്ല, ബത്തേരി, പിന്നെ മൂവാറ്റുപുഴ. ഇത്രയാണ് നമ്മൾ ഇതുവരെ വന്നിട്ടുള്ളവർ പഠിച്ചിട്ടുള്ളത്. പിന്നെ മൂവാറ്റുപുഴ ഭദ്രാസനം സ്ഥാപിച്ച് 2003 ജനുവരി 15. മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാനായിരുന്നു യൂലിയോസ് പിതാവ്. ഓക്കെ, മൂവാറ്റുപുഴയുടെ പ്രഥമ മെത്രാനായിരുന്ന തോമസ് മാർ കൂറിലോസ് തിരുമേനിയാണ്. ഓക്കെ, മൂവാറ്റുപുഴയുടെ നമ്മൾ മൂവാറ്റുപുഴ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കുറിയൊക്കെ തൊട്ടിട്ട് പോകും. യൂലിയോസ് പിതാവല്ല കേട്ടോ, മൂവാറ്റുപുഴയുടേത് കൂറിലോസ് പിതാവാണ്. അപ്പോൾ നമ്മൾ യൂലിയോസ് പിതാവ് എവിടത്തെയായിരുന്നു? അദ്ദേഹം യൂലിയോസ് പിതാവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ മൂവാറ്റുപുഴയിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം 2003 ഫെബ്രുവരി 6. തിരുവല്ല ഭദ്രാസന അധ്യക്ഷൻ ഗീവർഗീസ് മാർ തിമോത്തിയോസ് വിരമിച്ചത് 2003 മാർച്ച് 29. തിരുവല്ല ഭദ്രാസന മെത്രാൻ ഐസക് മാർ ക്ലിമീസിൻ്റെ സ്ഥാനാരോഹണം 2003 ഒക്ടോബർ 2. തിരുവല്ല പുതിയ ദേവാലയ പ്രതിഷ്ഠ 2004 സെപ്റ്റംബർ 20. മലങ്കര സുറിയാനി കത്തോലിക്ക മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സിംഹാസന സ്ഥാപനം 2005 ഫെബ്രുവരി 10. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ലാസ്റ്റ് ഒന്ന് ഷോർട്ടേജ് ചെയ്ത് ഒന്ന് റിവിഷൻ കണക്ക് ചെയ്തു തരാം. തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെ സഹായമെത്രാൻ വടക്കേ അമേരിക്ക, യൂറോപ്പ് അപ്പോസ്തലിക് വിസിറ്റ് ജോസഫ് മാർ തോമസിൻ്റെ മെത്രാഭിഷേകം 2005 ഫെബ്രുവരി 19. പിന്നെ നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ അനൗദ്യോഗികമായിട്ട് ആദ്യത്തെ ഒരു സൂനകദോസ് നടന്നത് തിരുവല്ലയിലെ ചെറുപുഷ്പഗിരി മഠത്തിൽ അരമനയിൽ വെച്ചിട്ടാണ്. അത് 2005 മാർച്ച് 30 മുതൽ ഏപ്രിൽ 1 വരെ ഉണ്ടായിരുന്ന.
അടുത്ത് നമുക്ക് ജസ്റ്റ് ഈ രൂപതകളും വർഷങ്ങളും ഒന്ന് സിമ്പിളായിട്ട് പറയാം. തിരുവനന്തപുരം അതിഭദ്രാസനം വന്നത് 32 ജൂൺ 11. സെയിം വർഷം തന്നെയാണ് തിരുവല്ല രൂപത വന്നത്, 32 ജൂൺ 11. അടുത്ത് വന്നത് ബത്തേരിയാണ്, 78 ഒക്ടോബർ 28. ബത്തേരി കഴിഞ്ഞിട്ട് മാർത്താണ്ഡം 96 ഡിസംബർ 16. പിന്നെ മൂവാറ്റുപുഴ വന്നത് 2003 ജനുവരി 15. അടുത്ത് ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ മരിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം മരിച്ചത് 2005 ഏപ്രിൽ 2 മരിച്ചത്. അപ്പോൾ അതിൻ്റെ കബറടക്ക ശുശ്രൂഷയിൽ ഇവിടുന്ന് നമ്മുടെ പിതാവ് ഐസക് മാർ ക്ലീമിസ് പിതാവൊക്കെ പങ്കെടുത്തിരുന്നു. അത് 2005 ഏപ്രിൽ 8 റോമിൽ വെച്ച്. പിന്നെ സിറിൽ മാർ ബസേലിയസ് തിരുമേനിയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സിംഹാസന സ്ഥാപനം 2005 മെയ് 14. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കാതോലിക്ക സെൻറ്ററിൻ്റെ ശില ആശീർവാദ കർമ്മം ഒരു ഇബ്രാഹിം നിർവഹിച്ചത് ഐസക് ഇഗ്നാസ് കർദിനാൾ മൂസ ദാവൂദ്. ഇഗ്നേഷ്യസ് കർദിനാൾ മൂസ ദാവൂദ് 2005 മെയ് 16. അത് പട്ടമല്ല, തിരുവനന്തപുരം കാതോലിക്ക സെൻറ്റർ. പിന്നെ പുനരൈക്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വന്നിട്ട് മാവേലിക്കര വെച്ചായിരുന്നു. പുനരൈക്യത്തിൻ്റെ രജത ജൂബിലി വന്നത് തിരുവല്ലയിൽ വെച്ചായിരുന്നു. പുനരൈക്യത്തിൻ്റെ സുവർണ ജൂബിലി വന്നത് എവിടെ വെച്ചായിരുന്നു? കോട്ടയത്ത് വെച്ചായിരുന്നു. പുനരൈക്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വന്നത് മാവേലിക്കര വെച്ചായിരുന്നു. നമ്മൾ 1930 കൂടെ ആഡ് ചെയ്യുക. രജത 15, രജത ജൂബിലി 25, സുവർണ ജൂബിലി 50, പ്ലാറ്റിനം ജൂബിലി 75 വെച്ച് ആഡ് ചെയ്തത് നോക്കുക. അതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്: ആദ്യം തിരുവല്ല, കോട്ടയം, മാവേലിക്കര. പിന്നെ തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ സ്ഥാപനം, തിരുവല്ല കേന്ദ്രമായ മെത്രാപ്പൊലീത്തൻ പ്രവിശ്യയുടെ സ്ഥാപനം 2006 മെയ് 15. എന്താണ് ഈ മെത്രാപ്പൊലീത്തൻ പ്രവിശ്യ എന്ന് പറയുമ്പോൾ മെത്രാന്മാർക്ക് സ്വയം ഭരണ അധികാരമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. ആ ഏരിയയിലുള്ള രൂപതകളെയും അതിനെയൊക്കെ ചേർത്തിട്ട് ഒരു പ്രവിശ്യ ഉണ്ടാക്കുക. 2000 തിരുവല്ല കേന്ദ്രമായിട്ടാണ് ഇത് ആദ്യം വന്നത്. 2006 മെയ് 15. പിന്നെ നമുക്ക് ഈ രൂപതകൾ ലാസ്റ്റ് പറയാം കേട്ടോ. തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പൊലീത്ത ഐസക് മാർ ക്ലീമിസ് ആയിരുന്നു. തിരുവല്ല അതിഭദ്രാസനമായിരുന്നപ്പോൾ. അല്ലാതെ തിരുവല്ല രൂപതയായിരുന്നപ്പം അവിടെ ആദ്യം കുറേ നമ്മുടെ യാക്കോബ് മാർ തിയോഫിലോസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് അതിഭദ്രാസനമായപ്പോൾ നമ്മുടെ ക്ലീമിസ് പിതാവായിരുന്നു ആദ്യം അവിടെ. പിന്നെ 76 പുനരൈക്യ വാർഷികം മൂവാറ്റുപുഴയിൽ വെച്ചായിരുന്നു. 2006 സെപ്റ്റംബർ 20, 21. മാവേലിക്കര ഭദ്രാസനം സ്ഥാപിച്ചത് 2007 ജനുവരി 1. മാവേലിക്കര ഭദ്രാസനം സ്ഥാപിച്ചത് 2007 ജനുവരി 1. അടുത്ത് സിറിൽ മാർ ബസേലിയസ് പിതാവ് മരിക്കും. അത് 2007 ജനുവരി 18. അടുത്ത മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അഡ്മിനിസ്ട്രേറ്റീവ് ഗീവർഗീസ് മാർ ദിവന്യാസിയോസ് ആണ്. അദ്ദേഹം 2007 ജനുവരി 18 ചുമതലയേറ്റത്. നമ്മുടെ സിറിൽ മാർ ബസേലിയോസ് പിതാവ് മരിച്ച അന്ന്. ഓക്കെ. കാതോലിക്ക ബാബയെ തിരഞ്ഞെടുക്കുന്ന പ്രഥമ സുന്നതോസ് നമ്മുടെ കാതോലിക്ക സെൻറ്ററിൽ വെച്ചാണ് നടന്നത് 2007 ഫെബ്രുവരി 8, 10. കാരണം എന്താണ്? 2007 ഫെബ്രുവരി 8, 10 നടക്കാൻ കാരണം നമ്മുടെ സിറിൽ മാർ ബസേലിയോസ് പിതാവ് 2007 ജനുവരി 18 മരിച്ചു പോയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആരായിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക? നമ്മുടെ ഐസക് മാർ ക്ലീമിസ് തിരുമേനി. ഓക്കെ. നമ്മുടെ മാവേലിക്കര പ്രഥമ മെത്രാനായിരുന്നു ജോഷുവ മാർ ഇഗ്നാത്തിയൂസ്. പിന്നെ ഐസക് മാർ ക്ലീമിസ് മോറോൻമോ ബസേലിയസ് ക്ലീമിസ് ആയത് 2007 മാർച്ച് 5. അടുത്ത് നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള അപ്പോസ്തലിക് വിസിറ്ററാണ് ജേക്കബ് മാർ ബർണാബാസ്. അദ്ദേഹം ചുമതലയേറ്റ 2007 മാർച്ച് 10. പിന്നെ തിരുവല്ലയുടെ ആർച്ച് ബിഷപ്പ് തോമസ് മാർ ക്യൂറിലോസ് ആണ്.
അദ്ദേഹം ചുമതലയേറ്റ 2007 മെയ് 2. പിന്നെ നമ്മുടെ മാർവാനസ് പിതാവിനെ ദൈവദാസനാക്കിയത് 2007 ജൂലൈ 14. അടുത്ത ഹയറാർക്കി പ്ലാറ്റിനം ജൂബിലി ആഘോഷം ബത്തേരി ഭദ്രാസനത്തിലെ കൊടാഞ്ചേരിയിൽ വെച്ച് നടന്നു 2007 സെപ്റ്റംബർ 2024. പിന്നെ മാർവാനിയോസ് പിതാവിൻ്റെ 125 ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നത് നമ്മുടെ മാവേലിക്കരയിൽ വെച്ചാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വെച്ച്. 2007 സെപ്റ്റംബർ 23 പിന്നെ പുതിയ കാതോലിക് സെൻറ്ററിൻ്റെ സ്ഥിരസ്ഥാപനം 2008 ജനുവരി 18. മൂവാറ്റുപുഴ അധ്യക്ഷനായിട്ട് എബ്രഹാം യൂലിയോസിനെ 2008 ഫെബ്രുവരി 9 സ്ഥാനാരോഹണം ചെയ്തത്. അടുത്ത് നമ്മുടെ ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ഒരു സീനഡ് ഓൺ വേർഡ് ഓഫ് ഗോഡ്, അത് റോമിൽ പോയി നമ്മുടെ പിതാക്കന്മാർ അറ്റൻഡ് ചെയ്തിരുന്നു 2008 ഒക്ടോബർ 5 മുതൽ 26 വരെ. ഇത് നമ്മുടെ അൽഫോൻസാമ്മയും, ഇന്ന് അൽഫോൻസാമ്മയുടെ തിരുനാളാണ്, ജൂലൈ 28. അപ്പോൾ നമ്മുടെ അൽഫോൻസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി 2008 ഒക്ടോബർ 12 അത് റോമിൽ വെച്ചിട്ടാണ് കേട്ടോ. മൊറോമ ബസേലിയോസ് തിരുമേനിയൊക്കെ പങ്കെടുത്തിരുന്നു. പിന്നെ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ അത്യുന്നത കർദിനാൾ ലിയനാർഡോ സാൻഡ്രി മലങ്കര സുറിയാനി കത്തോലിക്ക സഭ സന്ദർശിച്ചു. അത് 2008 നവംബർ 10. അന്ന് തന്നെ എന്തിനു വേണ്ടിയാണ് ചോദിച്ചത്, നമ്മുടെ പാളയം സെൻറ്റ് മേരീസ് കത്തീഡ്രലിനെ ബസിലിക്കയാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. പിന്നെ നമ്മുടെ അന്ത്യോക്യൻ സുറിയാനി കത്തോലിക്ക പാത്രിയാർക്കീസ് മോറോൻമോർ ഇഗ്നാത്യസ് യൂസഫ് തൃതീയൻ യൗനാൻ ബാബ മലങ്കര സന്ദർശനം 2009 സെപ്റ്റംബർ 20-26 നടത്തി. പിന്നെ നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തമിഴ്നാട്ടിലെ മറ്റേ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയുണ്ടായി. അത് മാർത്താണ്ഡ ഭദ്രാസനത്തിൽ വെച്ച് മരിയഗിരിയിൽ വെച്ചായിരുന്നു 2009 2009 സെപ്റ്റംബർ 20-26. പിന്നെ നമ്മുടെ പുത്തൂർ പത്തനംതിട്ട ഭദ്രാസനം സ്ഥാപിച്ചു 2010 ജനുവരി 25. അപ്പോൾ നമ്മൾ ഇതുവരെ സ്ഥാപിച്ച ഭദ്രാസനങ്ങളൊന്ന് ഓർഡറിൽ നോക്കിയാൽ നമ്മൾ ആദ്യം തിരുവനന്തപുരം, തിരുവല്ല, അത് കഴിഞ്ഞിട്ട് ബത്തേരി, പിന്നെ മാർത്താണ്ഡം, പിന്നെ മൂവാറ്റുപുഴ വന്നത് 2003 ജനുവരി 15. അടുത്ത് വന്നത് തിരുവല്ലയാണ്. നമ്മുടെ തിരുവല്ല വന്നത് 2006 മെയ് 15. അടുത്ത് നമുക്ക് മാവേലിക്കരയാണ് വന്നത്, അത് 2010 ജനുവരി 1. അത് കഴിഞ്ഞിട്ട് പത്തനംതിട്ട പുത്തൂർ വന്നു 2010 ജനുവരി 25 വന്നത്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിന് ഈ ഇത്രയും രൂപതകളുടെ അതിഭദ്രാസനത്തിൻ്റെ ആദ്യത്തെ മെത്രാനും ഇപ്പോഴത്തെ മെത്രാനും എന്ന് പറയുന്ന നെക്സ്റ്റ് ക്ലാസ്സിന് ചെയ്യാം. അഭിവന്തി വിൻസെൻ്റ് മാർ പൗലോസ് പിന്നെ മാർത്താണ്ഡ രൂപതയിലോട്ട് അദ്ദേഹത്തിന് സ്ഥാനാരോഹണം ചെയ്തു. പിന്നെ തോമസ് മാർ കൂറിലോസിനെ കൂരിയ മെത്രാനായിട്ടും അഭിഷേകം ചെയ്തു. പിന്നെ സാമുവൽ മാർ ഐറേനിയസിനെ തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാനായിട്ട് അഭിഷേകം ചെയ്തു. പിന്നെ പീലിപ്പോസ് മാർ സ്തേഫാനോസിനെ തിരുവല്ലയുടെ സഹായ മെത്രാനായിട്ടും അഭിഷേകം ചെയ്തത്. ഈ മെത്രാഭിഷേകം നടന്നത് 2010 മാർച്ച് 13 ആയിരുന്നു. ഇത് ആരാണ് നടത്തിയെന്ന് ചോദിച്ചാൽ ഗ്രീക്ക് മാൽക്കൈറ്റ് കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ ഗ്രിഗോറിയസ് III ലംഹ. മാർത്താണ്ഡം വിൻസെൻ്റ് മാർ പൗലോസ് തിരുമേനി സ്ഥാനാരോഹണം ചെയ്തത് 2010 മാർച്ച് 14. ഓക്കെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രഥമ കൂരിയ മെത്രാൻ നമ്മൾ പറഞ്ഞു തോമസ് മാർ അന്തോണിയസ് തിരുമേനി 2010 മാർച്ച് 15 സ്ഥാനമേറ്റത്. പിന്നെ പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാൻ്റെ സ്ഥാനാരോഹണം യൂഹാനാൻ മാർ ക്രിസോസ്റ്റം തിരുമേനിയാണ് നമ്മുടെ പത്തനംതിട്ടയുടെ പ്രഥമ മെത്രാൻ. പിന്നെ ബത്തേരി ഭദ്രാസന അധ്യക്ഷൻ പ്രഥമ മെത്രാൻ അഭിവന്തി ഗീവർഗീസ് മാർ ദിവന്യാസ്യൂസിൻ്റെ സ്ഥാനാരോഹണം 2010 ഏപ്രിൽ 15. അമേരിക്കയിലെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ എക്സാർഗേറ്റ് സ്ഥാപിച്ചു 2010 ജൂലൈ 14. ഓക്കെ, ഏതാണ് ഞാൻ പറഞ്ഞത്, സ്വന്തമായി രൂപത സ്ഥാപിക്കാൻ കഴിയാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവൊക്കെ ആവുമ്പോൾ സാഹചര്യത്തിലാണ് ഒരു എക്സാർഗേറ്റ് എന്ന ഒരു ചിന്തയിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ട് ന്യൂയോർക്കിലെ എൽമൗണ്ട് എന്ന സ്ഥലത്താണ്. 2015 ഇത് ഇപ്പം ഈ ന്യൂയോർക്കിലോട്ടൊക്കെ ഇത് വന്നത് കേട്ടോ. സെൻറ്റ് മേരീസ് ക്യൂൻ ഓഫ് പീസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അടുത്ത 80ാമത്തെ പുനരൈക്യ വാർഷികം പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ചായിരുന്നു 80ാമത്തെ പുനരൈക്യ വാർഷികം. അത് 2010 സെപ്റ്റംബർ 2021 80ാമത്തെ പുനരൈക്യ വാർഷികം.
ഓക്കെ. അപ്പോൾ പട്ടത്ത് വെച്ച് നടന്നത് 80ാമത്തെ പുനരേഖ വാർഷികം. അത് 2010 സെപ്റ്റംബർ 20, 21. ആ 2010 സെപ്റ്റംബർ 20-നാണ് നമ്മുടെ MCCL വന്നത്. ആ 2010 സെപ്റ്റംബർ 21-നാണ് നമ്മുടെ അമേരിക്ക എക്സാർഗേറ്റൊക്കെ സ്ഥാപിച്ചില്ലേ. അപ്പോൾ അതിൻ്റെ മെത്രാനായിട്ട് നമ്മുടെ തോമസ് മാർ യൂസേബിയസ് തിരുമേനിയുടെ സ്ഥാനാരോഹണം ഇവിടെ വെച്ച് പട്ടത്ത് വെച്ച് കത്തീഡ്രലിൽ വെച്ച് നടത്തും. മെത്രാഭിഷേകം തിരുമേനിയുടെ പട്ടം കത്തീഡ്രലിൽ വെച്ച് 2010 സെപ്റ്റംബർ 21. ഓക്കെ. പിന്നെ ഈ തിരുമേനി അമേരിക്കയിൽ ചെന്നിട്ട് അന്ന് സ്ഥാനം ഏറ്റെടുക്കും അല്ലേ, സ്ഥാനാരോഹണം ചെയ്യും. മറ്റത് മെത്രാഭിഷേകം ചെയ്ത് സ്ഥാനാരോഹണം ചെയ്ത് സെയിം വർഷം തന്നെ 2010 ഒക്ടോബർ 3-നാണ്. ഓക്കെ. പിന്നെ പരിശുദ്ധ 16-ാമൻ മാർപ്പാപ്പ റോമിൽ വിളിച്ചു ചേർത്ത സ്പെഷ്യൽ സിനോഡ് ഓൺ മിഡിൽ ഈസ്റ്റിൽ മലങ്കര സുറിയാനി നമ്മുടെ ബസേലിയസ് ക്ലീമിസ് കാതോലിക്ക പാപ്പ പങ്കെടുത്തു. 2010 ഒക്ടോബർ 10 മുതൽ 24 വരെ. അടുത്ത് മലങ്കര സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ ഉയർത്തിയതിനു ശേഷം ക്ലീമിസ് ബാബയുടെ നേതൃത്വത്തിൽ ആദ്യമായി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സൂനകദോസ് നടന്നു. അത് ബെനഡിക്ട് 16-ാമൻ പോപ്പ് നടത്തിയ ആദ് ലിമിന സന്ദർശനം. അത് 2011 മാർച്ച് 25-നാണ്. മാർച്ച് 24-നാണ് എൻ്റെ അമ്മ മരിച്ചത്. അപ്പം 2011 മാർച്ച് 25-ന്, അത് മാർച്ച് 25 എന്ന് പറയുമ്പോൾ നമ്മുടെ വചനപ്പി തിരുനാളാണ്, സുബോറയ. അപ്പോഴാണ് നമ്മുടെ ഈ ആദ് ലിമിന സന്ദർശനം, മാർച്ച് 25 സുബോറ. ഓക്കെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ GK. ഇനി ഞാൻ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് പറയാം. നമ്മുടെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എല്ലാ ഭദ്രാസനങ്ങളെക്കുറിച്ച് പഠിക്കണം. ഇതുവരെ, അതായത് ഇന്നലെയും ഇന്നും എടുത്ത ക്ലാസ്സിൽ ഒരു 7 ഭദ്രാസനം പ്ലസ് രൂപത ചേർത്തിട്ടുള്ള ഒരു ലിസ്റ്റ്. അതിൽ തിരുവനന്തപുരം, അല്ലെങ്കിൽ ക്ലാസ് നീണ്ടു പോകും. ഇത്രയും മതി. ബൈ.